ഹായ് മച്ചാമാരെ, അപ്പം നമ്മൾ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം പണി മാറ്റിയിട്ട് ഒരു വാട്ടർ ഹീറ്റർ വെക്കാൻ വേണ്ടി പോയതാണ്. നിലവിലുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. വാട്ടർ ഹീറ്റർ മാത്രമേ വെക്കാനുള്ളൂ വെച്ച് പോയതാട്ടോ. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല രീതിക്ക് പണി കിട്ടി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ഹീറ്ററിൽ നിലവിലുള്ള പോയിന്റ് GA പൈപ്പ് ആയതുകൊണ്ടൊക്കെ അടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം വരുന്ന പൈപ്പിന് ഒരു CPVC പൈപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പിന് വലിയ വിഷയം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ അത് മാറ്റിയില്ല. നിലവിലുള്ള വെള്ളത്തിൻ്റെ ലൈൻ ഈ കാണുന്ന ഭാഗത്തായിരുന്നു കേട്ടോ. അതിൽ തീരെ വെള്ളം വരുന്നില്ല. നമ്മൾ കുറേ നോക്കി, കുറേ സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ നോക്കി, സ്പ്രിങ്ങൊക്കെ തള്ളി നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഈ വാട്ടർ ഹീറ്റർ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പിടിപ്പിക്കുമ്പോൾ സാധാരണ 3 ലിറ്റർ ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്ററിലൊന്നും NRV വരില്ല. സേഫ്റ്റി വാൾവ് മാത്രമേ വരാറുള്ളൂ, NRV വരാറില്ല. അപ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു 1 ഇഞ്ചിൻ്റെ NRV വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വാട്ടർ ഹീറ്ററിന്. അഥവാ ചൂടുവെള്ളം റിട്ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പൈപ്പുകൾക്ക് ഡാമേജ് വരാതിരിക്കട്ടോ. നിലവിലുള്ള പൈപ്പ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടി പോയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ NRV വെച്ചത്. പക്ഷേ നമ്മൾ പുറത്തു കൂടി വേറൊരു CPVC പൈപ്പ് നേരെ പുറത്തേക്ക് അടിച്ചു. അതുകൊണ്ട് ടൈൽസിൻ്റെ ഉള്ളിൽ ഡാമേജ് വരില്ല, ഈ കാണുന്ന പൈപ്പിൻ്റെ പുറത്താണ് വരിക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു NRV ഇല്ലാത്ത വാട്ടർ ഹീറ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ NRV സെപ്പറേറ്റ് വാട്ടർ ഹീറ്ററിൽ വെക്കാൻ നോക്കുക. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും കോയിൽ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ചൂടുവെള്ളം റിട്ടേൺ ഇറങ്ങി ബാക്കി മറ്റുള്ള പൈപ്പുകളൊക്കെ ഡാമേജ് ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും പറഞ്ഞു ഞാൻ NRV പ്ലസ് ചെക്ക് വാൾവ് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞത് NRV അല്ല, സേഫ്റ്റി വാൾവ് ആണെന്നാണ് നമ്മളത് പറഞ്ഞത് കേട്ടോ. അതിൻ്റെ ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് NRV പ്ലസ് സേഫ്റ്റി വാൾവാണ്. അതായത് സേഫ്റ്റി വാൾവും അതേപോലെ NRVയും രണ്ടും പാടെ ഇൻബിൽട്ട് ആയിട്ടാണ് വരുന്നത്. ഞാൻ അന്ന് വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞത് പലരും അത് NRV അല്ല, അത് സേഫ്റ്റി വാൾവാണ്. പക്ഷേ സേഫ്റ്റി വാൾവും ആണ്, NRV ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നേരത്തെ കണ്ട ഞങ്ങൾ ആ വാട്ടർ ഹീറ്ററിൽ അതിൽ NRV ഇല്ല, സേഫ്റ്റി വാൾവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്കൊക്കെ ഇട്ട സ്ഥലത്തൊക്കെ നമ്മൾ വൈറ്റ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നേരെ പുറത്തേക്ക് നേരെ PVCയിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ FT MT ഉപയോഗിച്ചില്ല, നേരെ CPC പൈപ്പും PVC പൈപ്പും നേരിട്ടുള്ള കയറ്റി കൊടുത്തു. കാരണം FT MT ഇടുമ്പോൾ അവിടെ പിന്നെ നമ്മൾ ചുമര് കുത്തേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇതേപോലെ ചെയ്യും, ടീ ഇട്ട് നേരെ മേപ്പോട്ട് കയറ്റിയിരിക്കുകയാണ്. നമ്മൾ അധികം പുതിയ വീടുകളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ FT MT അവിടെ കണക്ട് ചെയ്തിട്ടാണ് ചെയ്യാറ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഐഡിയ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഈ ഐഡിയ ഉപയോഗിക്കാറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ വാട്ടർ ഹീറ്ററൊക്കെ പഴയ വീട്ടിലൊക്കെ വെക്കാൻ പോകുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു NRV 1 ഇഞ്ചിൻ്റെ എഴുതി കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ എല്ലാം കംപ്ലീറ്റ് ഫൈനൽ ചെയ്ത് എല്ലാം പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിലവിൽ നമ്മൾ ചെന്ന വഴിക്ക് നമുക്കൊരു വാട്ടർ ഹീറ്ററിൻ്റെ പവർ പ്ലഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന പോലത്തെ ഒരു പവർ പ്ലഗ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പവർ പ്ലഗ് അല്ല, അവിടെ ഒരു പവർ പ്ലഗ് ഉണ്ടായിരുന്നു, നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഒരു സോക്കറ്റ് വെച്ച് കൊടുത്തു. പിന്നെ വാട്ടർ ഹീറ്റർ വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും DB സ്വിച്ചാണ് വെക്കുന്നത്. അതായത് ന്യൂട്രൽ പോലും കട്ടാകാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഫേസ് ന്യൂട്രൽ ഒരേപോലെ കട്ടാവും. അതേ 32 ആംപിയർ ലോഡ് എടുക്കുന്ന DB സ്വിച്ചാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അധികം ഈ 16 ആംസിൻ്റെ വെക്കുമ്പോൾ അധികം നമ്മൾ പുതിയ വീട്ടിലൊക്കെ നമ്മളിപ്പോൾ പണ്ടൊക്കെ വെച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റും 32 ആംപിയറിൻ്റെ DB സ്വിച്ചാണ് വെക്കാറ്. എവിടെയും നമ്മൾ 16 ആംസിൻ്റെ ഒന്നും വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ലൈഫ് നമുക്ക് സ്വിച്ചിലേക്ക് കിട്ടും. അപ്പോൾ നല്ല ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഈ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്.